ഇന്ന് കമ്പനി വകയുള്ള നോമ്പുതോറാട്ടോ. അതുകൊണ്ട് നോമ്പുതോർക്ക് ഫുഡ് ഉണ്ടാക്കണ പണിയൊന്നുമില്ല. ഇന്ന് ലീവായതുകൊണ്ട് അത്താഴത്തിനേക്കുള്ള ഫുഡ് നോമ്പ് തുറന്ന് വന്നിട്ടുണ്ടാക്കിയാലും മതിയല്ലോ. ഈ കാണുന്ന ഹോട്ടലിലാട്ടോ ഞങ്ങൾ ഇന്ന് നോമ്പുതോർക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത ഭാഗത്തേക്ക് എത്തിട്ടോ. ബൊഫെ പരിപാടി ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നിരത്തി വെച്ചിക്കണ്. ബാങ്ക് കൊടുക്കാനുള്ള സമയപ്പം എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ എടുക്കൽ തുടങ്ങി. അങ്ങനെ ഞാനും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ പ്ലേറ്റിലേക്ക് എടുത്ത് ടേബിൾ മേൽ വന്നിരുന്ന് ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ പ്ലേറ്റിലെടുത്ത ഫ്രൂട്ട്സ് ഒക്കെ തിന്നുകയും ചെയ്ത് ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ച് അത് കഴിച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് പറ്റിയ ഫുഡ് എന്താ ഉള്ളത് നോക്കുക കേട്ടോ. അവസാനം മട്ടൻ ബിരിയാണി കണ്ടപ്പം ഐറ്റാ കുറച്ച് പ്ലേറ്റിലേക്ക് എടുത്ത് പിന്നെ കുറച്ച് സലാഡും എടുത്ത് വന്നിരുന്ന് കഴിച്ചിട്ടോ. ഇവിടെ ഒരു ടീം കണ്ടതൊക്കെ പ്ലേറ്റിലേക്ക് എടുത്ത് വന്നിരുന്ന് കഴിക്കാട്ടോ. വല്ലാത്ത യാതി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോന്നിട്ടോ. വരുന്ന വൈക്ക് അത്താഴത്തിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി മുരിങ്ങക്കായും പയറും മീനും ഒക്കെ വാങ്ങി റൂമിലേക്ക് എത്തി. ആദ്യം ചോറിനുള്ള അരി എടുത്ത് കഴുകി അടുപ്പത്തേക്ക് വെച്ച് എന്നിട്ട് പരിപ്പിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പൊക്കെ അടുപ്പത്തേക്ക് വെച്ച് എന്നിട്ട് മുരിങ്ങക്കായി തോലൊക്കെ പോകി കഴുകി മുറിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ചോറ് വന്നപ്പം പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം വാർത്ത് മാറ്റി വെച്ച് പിന്നെ മീന് കഴുകിയെടുത്ത് പ്ലേറ്റിലേക്ക് പൊടികളൊക്കെ ഇട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് മീൻമേൽ മസാല തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം റെസ്റ്റിന് വെച്ചിട്ടോ. കറി വെന്ത് ഒന്ന് വറവിട്ടപ്പം കറി ഉണ്ടാക്കണ പണിയും കഴിഞ്ഞിട്ടോ. പിന്നെ ഉപ്പേരിക്കുള്ള പയറെടുത്ത് നല്ലോണം കഴുകിയതിനു ശേഷം ചെറിയ പീസാക്കി മുറിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും താളിച്ച് പയർ അതിലേക്ക് ഇട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് ഉപ്പേരിക്കുള്ളത് അടുപ്പത്തേക്ക് റെഡിയാക്കി വെച്ചിട്ടോ. വെളിച്ചെണ്ണ ചൂടായപ്പം ഫ്രൈ പാനിലേക്ക് മസാല പുരട്ടി വെച്ച മീന് പൊരിക്കാനിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് ഭാഗവും കരിഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുത്തപ്പോൾ നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന പണിയും കഴിഞ്ഞ്. അങ്ങനെ ചോറിലേക്ക് കുറച്ച് ഉപ്പേരി, കുറച്ച് കറി, ഒരു കഷ്ണം മീനും വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചപ്പം സംഭവം അടിപൊളിയായിട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.